നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ 12 റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. IPL അവസാന ആഴ്ചയിലേക്ക് കടക്കുന്നു. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ വിശദമായിട്ട് പവർ റാങ്കിങ്ങുമായിട്ട് എത്താറുണ്ട്. പുതുക്കിയ പവർ റാങ്കിങ് 12 റൗണ്ട് കഴിയുമ്പോൾ 13ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാ ടീമുകളും 12 റൗണ്ട് കഴിഞ്ഞു. RR ഇന്നലെ 12ാമത്തെ അവരുടെ കളി കളിച്ചു. 13 കളിച്ച ടീമുകളുണ്ട്. അത് ഒന്ന് GT, ഒന്ന് PBKS, ഒന്ന് DCയുമാണ്. ബാക്കി ടീമുകളൊക്കെ 12 കളികൾ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ IPL സാഹചര്യം എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒഫീഷ്യലി പ്ലേ ഓഫിലേക്ക് കടന്ന ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് RCB ആണ്. പുറത്തായവരോ 2 ടീമുകളേ ഉള്ളൂ, അത് LSCയും MIയുമാണ്. ബാക്കി 7 ടീമുകളും ഇപ്പോഴും പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സാണ്, അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പവർ റാങ്കിങ് സാധാരണ നമ്മൾ പറയാറുണ്ട് അത് പോയിൻ്റ് പട്ടികയല്ല എന്ന്. പക്ഷെ ഇപ്പോൾ ടീമുകളുടെ സ്ഥിതിയൊക്കെ ഏതാണ്ട് വ്യക്തമായി നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ ഇത് പോയിൻ്റ് പട്ടികയോട് വലിയ സാമ്യമുണ്ട് ഇത്തവണത്തെ നമ്മുടെ പവർ റാങ്കിങ്ങിന്. അപ്പോൾ നമ്മൾ ഏതായാലും പവർ റാങ്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോയിൻ്റ് പട്ടിക നോക്കാം. ഒന്നാമത് RCB ആണ്, 13 കളി 18 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി പ്ലേ ഓഫ് കടന്നു. ഇനി അവർക്ക് അറിയേണ്ടത് അവർ ക്വാളിഫയർ ആണോ കളിക്കുക, അതല്ല എലിമിനേറ്റർ ആണോ കളിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് 13 കളി 16 പോയിൻ്റ് GTയും ഓൾമോസ്റ്റ് അതിനടുത്താണ്. SRH 12 കളി 14 പോയിൻറ്റുമായിട്ട് നിൽക്കുന്നു മൂന്നാമത്. PBKS വല്ലാത്തൊരു ദുർവിധി എന്ന് പറയണം. ആദ്യത്തെ 6 കളികൾ ജയിച്ചു വന്ന ടീം 7 കളിയിൽ 6 ജയിച്ചു, ഒന്ന് മഴ പെയ്തു പോയതാണ്. ബാക്കി കളികളൊക്കെ പൊട്ടി, ബാക്കി 6 കളികളും പൊട്ടി. 13 കളിയിൽ നിന്ന് 13 പോയിൻ്റേ ഉള്ളൂ. 4ാം സ്ഥാനത്ത് CSK 12 കളി 12 പോയിൻ്റ്. 5ാം സ്ഥാനത്ത് 12 പോയിൻ്റുള്ള വേറെയും 2 ടീമുകളുണ്ട്. ഒന്ന് RR ആണ്, അവർ 6ാമതാണ്. അവരുടെ നെറ്റ് റൺ റേറ്റ് നേരിയ വ്യത്യാസമുള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് ഒരുപോലെയാണ് നെറ്റ് റൺ റേറ്റ്. ദെൻ DCയുടെ കളി 13 കളി 12 പോയിൻ്റാണ്. അവർക്കൊരു കളിയേ ബാക്കിയുള്ളൂ, അവർ 7ാമത് നിൽക്കുന്നു. KKR 8ാമത് 12 കളി 11 പോയിൻ്റ്. MIക്കും LSCക്കും ഒരേ പോയിൻ്റുകളാണ്, ഒരേപോലെയാണ്. അവർ 9, 10 സ്ഥാനങ്ങളിലായിട്ട് നിൽക്കുന്നു, പുറത്തായി കഴിഞ്ഞവരാണ്. അപ്പോൾ ഇനി പവർ റാങ്കിങ്ങിലേക്ക് കടക്കുമ്പോൾ, പവർ റാങ്കിങ് എന്ന് പറഞ്ഞാൽ കിരീട സാധ്യത ഏറ്റവും കൂടുതൽ ആർക്കാണ് നമ്മൾ നോക്കുകയാണ്. ഈ പുറത്തായ LSC MI അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് റാങ്ക് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അവർ 9, 10 സ്ഥാനങ്ങളിൽ ഒരുപോലെ നിൽക്കുന്നു. അവരിനി എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അധികം തലപോക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. 9ആണോ 10ആണോ നിങ്ങളങ്ങ് തീരുമാനിച്ചോ അവർക്ക് കൊടുക്കേണ്ടത്. നമ്മൾ ഇനി അങ്ങോട്ടുള്ളവരുടേത് കളി ആരോടൊക്കെയാണ്, അതുപോലെ താരങ്ങളുടെ അവൈലബിലിറ്റി, പരിക്ക് എല്ലാം പരിശോധിക്കണം. എങ്കിലാണ് നമുക്ക് പവർ റാങ്കിങ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ സമഗ്രമായി അപഗ്രഥിച്ച് അവതരിപ്പിക്കുന്ന നമ്മുടെ 13ാമത്തെ എപ്പിസോഡ് പവർ റാങ്കിങ്. 8ാം സ്ഥാനത്ത്, നമ്മുടെ പവർ റാങ്കിൽ 8ാം സ്ഥാനത്താണ് DC 8ാമത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി ഒരു കളിയേ ബാക്കിയുള്ളെന്നേ, ഒറ്റ കളിയാണ് ബാക്കിയുള്ളത്. എതിരാളികളായിട്ട് KKR ആണ് വരുന്നതും. KKRും അവരെ പോലെ കണ്ടൻറ്റേഴ്സായിട്ട് നിൽക്കുകയാണ്. KKR മോശമല്ലാത്ത പ്രകടനം നടത്തുന്നുണ്ട്. ഇടക്കൊന്ന് വീണുപോയി, തുടക്കത്തിൽ വീണു, അതിശക്തമായി ബൗൺസ് ബാക്ക് ചെയ്തു. ഇടക്കൊരു കളി കാലിഡറേതാണ് അവർക്ക് പണിയായത്. എന്നാൽ പോലും അവരിപ്പോൾ നല്ല രൂപത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് DCക്ക് മുന്നോട്ട് പോക്ക് മാത്തമാറ്റിക്കലി ഇനിയും സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുക എന്നുള്ള അത്ര സാധ്യതയില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർക്ക് വലിയൊരു പ്രതീക്ഷ കൊടുക്കുന്നില്ല. അവർ പുറത്തായവരുടെ കൂട്ടത്തോട് നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു ടീം എന്ന രൂപത്തിലാണ് നമ്മൾ അവരെ കാണുന്നത്. ഒറ്റക്കളി മാത്രം ബാക്കി. പക്ഷെ അവർ ഇന്നലെ RRനെ തോൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ശരി. കിടിലൻ പ്രകടനമാണ് അവരുടെ ബാറ്റർമാരൊക്കെ നടത്തിയത്. ബൗളിങ്ങിൽ തീപ്പൊരി പ്രകടനമാണ് മിച്ചൽ സ്റ്റാർക്ക് നടത്തിയത്. ഒരു പക്ഷേ സ്റ്റാർക്കിൻ്റെ ആ ഒരു ബൗളിങ്ങാണ് അവരെ കഴിഞ്ഞ കളി വിജയിപ്പിച്ചതെന്ന് ഞാൻ പറയും. പിന്നെ KL രാഹുലും പോറലും അക്സർ പട്ടേലും എല്ലാവരും ചേർന്നുകൊണ്ടാണ് വിജയത്തിലേക്ക് ടീമിനെ എത്തിച്ചത്.
സ്റ്റിൽ അവരുടെ ആരാധകർ ഒരു പ്രതീക്ഷ കാണുന്നുണ്ടാവും. പക്ഷെ നമുക്ക് വലിയ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് അവർ 8ാം സ്ഥാനത്ത്. KKR 7ാമത്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 7ാമത് KKR. 12 കളി 11 പോയിന്റ്. ഇനിയും 2 കളികൾ ബാക്കിയുണ്ട്. അതാണ് അവർക്കുള്ളൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ വീണ് പോയ ടീം ഇങ്ങനെ ഇപ്പോഴും സാധ്യതയുമായിട്ട് നിൽക്കുന്നു. ഇനിയുള്ള 2 കളി അവർ ജയിച്ചാൽ അവർക്ക് 15 പോയിന്റ് ആകാൻ പറ്റും. പ്ലേ ഓഫ് സാധ്യത ഉണ്ട്. മറ്റുള്ളവരുടെ റിസൾട്ട് കൂടി നോക്കണം. അവർക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളി MIക്കെതിരെയാണ്. പുറത്തായി കഴിഞ്ഞ ടീമിനോടാണ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞല്ലോ DCക്കെതിരെയാണ്. അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും DCക്കെതിരെ, പ്ലേ ഓഫിന് മുമ്പുള്ള അവസാന കളി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. KKR റിങ്കു സിങ്ങിൻ്റെ ആ ഒരു മികവ്, അതുപോലെ തന്നെ ഫിനാലൻ ക്ലിക്കായതോടുകൂടി KKR മികച്ച രൂപത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അതേസമയം അവർക്ക് പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇനി മുന്നോട്ട് പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല എന്നും നമുക്കറിയാം. പക്ഷേ GTക്കെതിരെ അവർ കളിച്ച കളി, GT എല്ലാം കൊണ്ടും പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടിൽ പോയിക്കൊണ്ടിരിക്കവെയാണ് ആ പണി കൊടുക്കുന്നതെന്ന കാര്യം കൂടി നോക്കണം. ഫിനാലിൻ്റെ പൊളിച്ചെടുക്കൽ 35 പന്തിൽ നിന്ന് 93, രഘുവൻഷി 44 പന്തിൽ നിന്ന് 82, ക്യാമറൺ ഗ്രീൻ 28 പന്തിൽ നിന്ന് 52, റിങ്കു കളിക്കാനിറങ്ങിയ കഴിഞ്ഞ കളികളിൽ നന്നായിട്ട് കളിച്ചത്, എല്ലാം കൂടി ചേരുമ്പോൾ അവർക്ക് നല്ല സാധ്യത ഇപ്പോഴും ആരാധകർ കാണുന്നുണ്ട്. പക്ഷേ സംഭവം ഒരല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ ഈ പറഞ്ഞ പോലെ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്ത് PBKS ആണ്. പോയിൻ്റ് പട്ടിക 4ആണ്. പക്ഷേ പവർ റാങ്കിങ്ങിൽ 6ആണ് PBKS. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും അവർ 6ആയിരുന്നു. വീണ്ടും പൊട്ടുകയാണ്. 6 കളികൾ തുടർച്ചയായി പൊട്ടിയ ഒരു ടീമിന് ഇനി ഒരു തിരിച്ചുവരവുണ്ടോ? ഇതൊരു വല്ലാത്ത വീഴ്ചയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ? സാധാരണ നമ്മൾ പറയാറുള്ളത് പീക്കിംഗ് അറ്റ് റൈറ്റ് ടൈം എന്നാണ്. ഇവർ സ്ലിപ്പിംഗ് അറ്റ് റോങ് ടൈം എന്ന രൂപത്തിലാണ്. റോങ് ടൈമിൽ കാലിടറി. ആദ്യത്തെ കളികളിൽ 7 6 ജയിച്ചു വരുന്നതിന് പോലെ അവിടെ 1-2 കളിയൊക്കെ തോറ്റ് പ്രശ്നങ്ങളൊക്കെ കണ്ടറിഞ്ഞ് പരിഹരിച്ച് പോകേണ്ടതായിരുന്നു. അത് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ ആദ്യകാല വിജയങ്ങളുടെ അടിത്തറയായിട്ട് മാറിയത് അവരുടെ ബാറ്റിങ്ങിൻ്റെ ശക്തിയായിരുന്നു. ബൗളിംഗ് അന്നും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് മറച്ചു പിടിക്കുന്ന രൂപത്തിൽ അവരുടെ ബാറ്റർമാർ ബാറ്റ് ചെയ്തു. പ്രഭ്സിമ്രാനും പ്രിയാൻ ഷാരിയും ശ്രേയസ് അയ്യരും ഒക്കെ ഫോമിലായിരുന്നു. അവരുടെ ഫോം ഒരല്പം ഡിപ്പായപ്പോൾ ഈ ബൗളിങ്ങിൻ്റെ പ്രശ്നങ്ങളെ കവറപ്പ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഇന്നലെ RCBക്കെതിരെയും ടോപ്പ് ഓർഡർ തകർന്നു. പ്രിയാൻ ഷാരിയ ഡക്ക്, പ്രഭ്സിമ്രാൻ സിംഗ് 2, അയ്യർ 1, ഇങ്ങനെ പോയി. ഇത് നമ്മൾ ഒരു വീഡിയോ സെപ്പറേറ്റ് എന്താണ് PBKSന് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിൽ വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രശ്നങ്ങൾ അത്ര നിസ്സാരമല്ല. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അവിടെയുണ്ട്. ബാറ്റിംഗ് ഒന്ന് താഴേക്ക് പോയതിൻ്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. എല്ലാം കൂടി ചേർന്നപ്പോഴാണ് ഈ ഒരു തുടരൻ പരാജയങ്ങളുടെ പരമ്പര തന്നെ അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. എല്ലാം പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്ത് PBKS വരുന്നു. PBKSന് സ്റ്റിൽ സാധ്യതകളുണ്ട് കേട്ടോ. കാരണം 13 പോയിൻ്റാണ് അവർക്കുള്ളത്. അടുത്ത കളി ജയിച്ചാൽ 15 പോയിൻ്റ് ആകും. സ്റ്റിൽ സാധ്യതകളുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരുടെ റിസൾട്ടിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സോ PBKS അറ്റ് നമ്പർ 6 പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്ത് PBKS. പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്ത് CSK. എന്താണ് CSK 5ാമത് വരുന്നത്, RR അതിന് മുകളിൽ വരുന്നതൊക്കെ ചോദിക്കാനുള്ളത്. പക്ഷേ CSKയുടെ കാര്യം നോക്കുക. നമ്മൾ പറഞ്ഞല്ലോ, ടീമിൻ്റെ പെർഫോമൻസോടൊപ്പം തന്നെ താരങ്ങളുടെ അവൈലബിലിറ്റി നോക്കണം. ജെയ്മി ഒബേർട്ടൻ്റെ പോക്കാണ് ഏറ്റവും ഒടുവിലായിട്ട് അവർക്ക് തിരിച്ചടിയായി മാറിയത്. ഇപ്പോൾ ഫോറസ്റ്ററിനെ കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞാലും ഫോറസ്റ്ററിൻ്റെ SA20ലെയും PSLലെയും ഒക്കെ പ്രകടനം, അദ്ദേഹത്തിൻ്റെ ബൗളിങ് ഏതായാലും ജെയ്മി ഒബേർട്ടന് പകരമാവില്ല. ബൗളിംഗ് കോമ്പിനേഷൻ ആകെ തകർന്നു പോകുന്നൊരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. പിന്നെ ബാറ്റിങ്ങിൽ ചേട്ടൻ്റെ പ്രകടനവും അതുപോലെ തന്നെ ഉർവിലിൻ്റെ പ്രകടനവും, ഇങ്ങനെ കുറച്ച് പേരുടെ പ്രകടനത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്. തല എന്ന് വരുമെന്ന് ആർക്കും അറിയില്ല. തലക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. തല ഇന്നലെയും പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ദുർബലമായൊരു ബൗളിങ്ങും വെച്ച് ഇപ്പോൾ അവർക്ക് കളിക്കാനുള്ളതാണെങ്കിൽ ശക്തരായിട്ടുള്ള എതിരാളികളോട്, ഇപ്പോൾ ഇന്നത്തെ കളി SRHനോട്, അത് കഴിഞ്ഞിട്ട് GTയോട് സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചാൽ 2 കളിയും ജയിച്ചാൽ സാധ്യതയുണ്ട്. പക്ഷെ കമ്പോയിനൊക്കെ കഴിഞ്ഞ കളി കിട്ടിയ കിട്ടൽ കാണുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. അതുകൊണ്ടാണ് അവരെ നമ്മൾ 5ാം സ്ഥാനത്തിടുന്നത്. അവരെക്കാൾ പുറകിൽ പോയിൻ്റ് പട്ടികയിൽ നിൽക്കുന്ന RRനെ നമ്മൾ അവരെ മുകളിൽ തന്നെ പ്രതിഷ്ഠിക്കുന്നു. 4ാം സ്ഥാനത്താണ് RR നമ്മുടെ പവർ റാങ്കിങ്ങിലുള്ളത്. പോയിൻ്റ് പട്ടികയിൽ അവർ 6ാം സ്ഥാനത്ത്, നമുക്ക് പവർ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്ത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ RR ഇപ്പോൾ കഴിഞ്ഞ കളി ഇന്നലെ പൊട്ടി.
പക്ഷേ ആർ-ആറിന് ഇനി വരാനിരിക്കുന്ന 2 കളികൾ അത് ഒന്ന് എൽ-എസ്-ജിക്കെതിരെയും ഒന്ന് എം-ഐക്കെതിരെയുമാണ്. നല്ല മാർജിനിൽ അവർക്ക് വിജയിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ചോദിക്കുക എം-ഐയും എൽ-എസ്-ജിയൊക്കെ അങ്ങനെ തോറ്റുകൊടുക്കും? ഇല്ല. അവർ കൈ മെയ് മറന്ന് പോരാടും. പക്ഷെ അവർക്ക് എന്താണ് അവരുടെ മോട്ടിവേഷൻ ഫാക്ടർ? വാട്ട് ഈസ് ദെയർ മോട്ടീവ്? ടീം ഇപ്പം എം-ഐയുടെ കാര്യത്തിലാണെങ്കിലും ക്യാപ്റ്റൻ കഴിഞ്ഞ 2 കളികൾ കളിച്ചിട്ടില്ല. അതുപോലെയുള്ള കുറേ പ്രശ്നങ്ങൾ ടീമിൽ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ കളി സൂര്യൻ കളിച്ചില്ല. അവരുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല അടുത്ത കളിക്ക്. അതുപോലെ തന്നെയാണ് എൽ-എസ്-ജിയുടെ ഒരു അവസ്ഥയും. പ്രത്യേകിച്ച് മോട്ടീവ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിനെ, നല്ല മോട്ടീവുള്ള ഒരു ലക്ഷ്യമുള്ള ടീമിന് പരാജയപ്പെടുത്താൻ കഴിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ബാറ്റിങ്ങിൽ വൈഭവ് അദ്ദേഹത്തിൻ്റെ ഫോം തുടരുകയാണ്. ഇന്നലെയും അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. പരാഗ് ഇന്നലെ നല്ല കളിയായിരുന്നു. ധ്രുവ് നന്നായി കളിച്ചു. എങ്കിലും മിഡിൽ ഓർഡറിലും ലോവർ മിഡിൽ ഓർഡറിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ ഡൊണാവൻ ഫെരീര പെട്ടെന്ന് പോയി തിരിച്ചടിയായി. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് അവർക്കുണ്ട്. അത് മറികടക്കാൻ പറ്റുമെന്ന് തന്നെ കരുതാം. 4-ാമതാണ് ആർ-ആറുള്ളത്. ഇനി ഓൾമോസ്റ്റ് പോയിൻ്റ് പട്ടിക രൂപത്തിലാണ് നമ്മൾ സാധ്യതകളുള്ളത്. കാരണം എസ്-ആർ-എച്ച് 3-ാമത്. അതിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. എസ്-ആർ-എച്ച് 12 കളി 14 പോയിൻ്റാണ്. അടുത്ത 2 കളി വിജയിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ എന്തായാലും പറ്റും. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ എസ്-ആർ-എച്ച് ജി-ടിയോട് പരാജയപ്പെടുകയാണ്. അതും വമ്പൻ മാർജിനിലാണ് പരാജയപ്പെട്ടത് എന്ന കാര്യം കൂടി ഓർക്കണം. 86 റൺസിന് അവർ ഓൾ ഔട്ടായി ജി-ടിക്ക് മുന്നിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ആഴ്ചയിലൊരു ഓഫ് പൂർണ്ണമായിട്ടും താരങ്ങൾക്ക് ലഭിച്ചു. അതോടുകൂടി അവർ റിഫ്രഷ് ആയിട്ട് ഇറങ്ങും എന്ന് തന്നെ കരുതാം. പാറ്റ് കമിൻസിൻ്റെ നേതൃത്വത്തിൽ ഇഷാൻ കിഷനും അതുപോലെ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഒക്കെ കിടലൻ ബാറ്റിങ്ങും ബൗളിങ്ങിൽ കമിൻസിൻ്റെ കാര്യങ്ങൾ നേരിട്ട് ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്, സാധ്യതയുണ്ട്. അവർ 3-ാം സ്ഥാനത്ത്. 2-ാമതാണ് ജി-ടി. എന്തുകൊണ്ട് ജി-ടി 2-ാമത് എന്ന് ചോദിച്ചാൽ ജി-ടിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റിൽ അവർ പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കളിയാണ് അവർക്ക് ബാക്കിയുള്ള കളി CSKക്കെതിരെയാണ്. പിന്നെ കഴിഞ്ഞ കളിയിൽ KKR അവരെ പരാജയപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിൽ 1-ാമതായിരുന്നു ജി-ടി. ആ ജി-ടി ഒന്ന് താഴേക്കിറങ്ങി 2-ാമതേക്ക് വന്നത് കഴിഞ്ഞ പരാജയമാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഹെവി ചലഞ്ച് CSKയിൽ നിന്ന് വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ശുഭ്മൻ ഗില്ലും സായി സുദർശനും ഒക്കെ നല്ല ഫോമിലാണ്. ജോസ് ബട്ട്ലർ നല്ല ഫോമിലാണ്. അവരുടെ ബൗളിംഗ് നന്നായിട്ട് ക്ലിക്കാവുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ തോറ്റ് നോക്കണ്ട. മൊത്തത്തിൽ അവർക്ക് എന്തായാലും നല്ല കരുത്തുറ്റൊരു ടീമുണ്ട്. സാധ്യതകൾ കാണുന്നു. 2-ാമതാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ജി-ടി എങ്കിൽ 1-ാമത് RCB. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടാവില്ല. കാരണം എന്താ? അത്രയും സമഗ്രമായിട്ടുള്ളൊരു ആധിപത്യത്തോടു കൂടിയാണ്, അത്രയും ആധികാരികമായിട്ടാണ് കിങ്ങിൻ്റെ സംഘം ഇപ്പോൾ വിജയിച്ച് കയറുന്നത്. അപ്പോൾ അവർ കിരീടം നിലനിർത്താൻ പോലും അവർക്ക് കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പം ഇപ്പോൾ PBKസിനെയാണ് കഴിഞ്ഞ ദിവസം അവർ പരാജയപ്പെടുത്തിയത്. അതിനു മുമ്പ് അവർ KKRനെ പരാജയപ്പെടുത്തുന്നു. അതിനു മുമ്പ് അവർ MIയെ പരാജയപ്പെടുത്തിയിരുന്നു. അപ്പോൾ തുടരൻ വിജയങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്കവരെ കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും അവരുടെ ബാറ്റർമാരിൽ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഫിൽ സാൾട്ടിൻ്റെ കാര്യമാണ്. ഫിൽ സാൾട്ട് പ്ലേ ഓഫ് ആകുമ്പോഴേക്കും മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി ക്വാളിഫൈഡ് ആണല്ലോ ടീം. അപ്പോൾ ഇനിയിപ്പോൾ വലിയ പരീക്ഷണങ്ങളിലേക്കൊന്നും പോകാതെ, അതായത് വലിയ റിസ്ക് എടുക്കേണ്ടതില്ല. താരങ്ങളെ വേണമെങ്കിൽ മാറ്റാം, പക്ഷേ വലിയ റിസ്ക് എടുക്കാതെ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ജേക്കബ് ബത്തൽ, വിരാട് കോഹ്ലി ഓപ്പണിംഗ് കൂട്ടിയിട്ടുള്ള ബത്തലിൻ്റെ ഫോമാണ് ഒരു ആശങ്ക. കോഹ്ലി ആവട്ടെ, പടിക്കലാവട്ടെ, ഇപ്പം വേണ്ടി വന്നാൽ മികച്ച പ്രകടനം നടത്താൻ കപ്പാസിറ്റിയുള്ള വെങ്കിടേഷ് അയ്യരെ അവരാവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ രജത് പട്ടിദാറിനെ പോലെയുള്ള താരങ്ങൾ. മൊത്തത്തിൽ ടീം കിടിലനാണ്, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭുവനേശ്വർ കുമാറിൻ്റെ ഓപ്പണിംഗ് സ്പെല്ലുകൾ, ഒപ്പം ജോഷ് ഹേസൽവുഡിൻ്റെ സപ്പോർട്ട് എല്ലാം കൂടി ചേരുമ്പോൾ 1-ാം സ്ഥാനത്ത് RCB തന്നെയാണെന്നേ. എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. വളരെ പെട്ടെന്ന് നമ്മൾ ഇത്തവണത്തെ പവർ റാങ്കിങ് എന്ന് പറയുകയാണ്. ഏറ്റവും കൂടുതൽ കിരീട സാധ്യത നമ്മൾ കാണുന്ന RCBക്ക്, then GT, then SRH, 4-ാമത് RR, 5 CSK, 6 PBKS, 7 KKR, 8 DC, 9 MI, 10 LSG. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീണ്ടും എത്താം.